ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും സ്വാഗതം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭഗവത്ഗീതയുടെ സാഖ്യയോഗം ചാപ്റ്റർ 2 നമ്മൾ 51, 52 ശ്ലോകങ്ങൾ ഇന്ന് നോക്കാം. വായിക്കാം. ധ്യാനം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്നന്തി ദിവ്യൈസ്തവേ വേദേ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാ ധ്യാനാവത്സിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസ്സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ശ്ലോകങ്ങൾ വായിക്കാം. 51, 52 സാഖ്യയോഗം ചാപ്റ്റർ 2 ഗീത, ഭഗവത്ഗീത. എല്ലാവർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ 49, 50 പറഞ്ഞത് സമചിത്തതയെക്കുറിച്ചാണ്. സമത്വം യോഗം ഉച്യതേ എന്ന് പറയും. അപ്പോൾ ആ ഒരു സമചിത്തത, അതുപോലെ തന്നെ 50ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കർമ്മകുശലതയാണ് യോഗം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി അങ്ങനെ കർമ്മകുശലതയും സമത്വവും ഒക്കെ ഒരാൾ നേടുന്ന ഒരു യോഗി അല്ലെങ്കിൽ ഒരു ആരാണോ അങ്ങനെ നേടുന്നത്, അപ്പോൾ ആ നേടുന്ന ആൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്തൊക്കെയാണ് അയാളുടെ ആ ഒരു സാധനയിൽ അനുഷ്ഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മജം ബുദ്ധിയുക്ത ഹി ഫലം തെക്ത്വാ മനീഷിണ. ഹി മനീഷിണ എന്തുകൊണ്ടെന്നാൽ, മനീഷിണ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ, ബുദ്ധിയുക്ത ബുദ്ധിയോഗത്തെ ആശ്രയിച്ച്, കർമ്മജം ഫലം തെക്ത്വ കർമ്മഫലം ഉപേക്ഷിച്ച്, ജന്മബന്ധ വിനിർമുക്ത ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി, അനാമയം പദം ഗച്ഛന്തി അനാമയം ദുഃഖമില്ലാത്ത ആ ഒരു പദത്തെ, പരമപദത്തെ പ്രാപിക്കുന്നു. ഗച്ഛന്തി പ്രാപിക്കുന്നു. അപ്പോൾ കർമ്മജം ബുദ്ധിയുക്ത ഹി ഫലം തെക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. അപ്പോൾ പറയുന്നു സമത്വ ബുദ്ധി കൈവരിച്ചതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. അങ്ങനെ കൈവരിച്ച യോഗി കർമ്മയോഗത്തിന് തയ്യാറാവൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള ഫലങ്ങളുമൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഫലകാംക്ഷ അല്ലാതെ ഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലി അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പൂർണ്ണത നേടില്ല എന്ന് പറഞ്ഞു. അതാണ് ഗീത ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം. സമചിത്തതയോടെ ഫലകാംക്ഷയില്ലാതെ ചെയ്യണം. മനുഷ്യനെ സംസാരത്തിൽ ബന്ധിക്കുന്ന അഹന്തയും സ്വാർത്ഥ കാമനകളും അങ്ങനെ ചെയ്യുന്ന ആൾക്കുണ്ടാവില്ല. അപ്പം നമ്മൾ ഈ ഒരു ലോകത്തിൽ ഇങ്ങനെ നമ്മൾ ബന്ധിതരാണ് ഈ ഒരു ലോകത്തിൽ. ആ ബന്ധിതരായിട്ട് നമ്മൾ കഴിയുന്നതിന് കാരണം നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം, പിന്നെ നമുക്കുള്ള ഒരു സ്വാർത്ഥ കാമനകൾ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, അത് ഇല്ലാതെയാവുമ്പോൾ തനിയെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫലം കാണുമെന്നാണ് പറയുന്നത്. ഉള്ളിലുദിക്കുന്ന ചിന്തകൾ, പല ചിന്തകളുമാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ കർമ്മഫലത്തിലാണ് നമ്മുടെ കണ്ണ്, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ. അപ്പോൾ ഈ ചിന്തകളെയാണ് നമ്മൾ കുറച്ചായിട്ട് മാറ്റിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഒരു റിഫൈനിങ് ആണ്, ഒരു മനുഷ്യൻ്റെ ഒരു റിഫൈനിങ്ങിൽ കൂടെ കടന്നു പോകണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അഹങ്കാരവും ഫലയിച്ഛയും ഇല്ലാതെ ഒരു സമബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരു കർമ്മയോഗിക്ക് ഉള്ളിലെ വാസനാ മാലിന്യങ്ങളൊക്കെ നീങ്ങുന്നു. വാസനാ മാലിന്യം എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, ചിന്തകൾ. നമ്മുടെ ചിന്തകളാണ് വാസ്തവത്തിൽ നമുക്ക് പല ദുഃഖങ്ങൾ കൊണ്ടുതരുന്നത്. അപ്പോൾ എന്താണ് ദുഃഖം എന്ന് അന്വേഷിച്ച് പോയാൽ അവസാനം കണ്ടുപിടിക്കാൻ പറ്റും ചിന്തകളാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു പരമപദം എന്ന് പറയുന്നത് ഭഗവാനെ അറിയുന്ന ഒരു അവസ്ഥയൊക്കെയാണ് പരമപദം എന്ന് പറയുക.
ആ ഒരു അതായത് ആത്മസാക്ഷാത്കാരം, പരമപദം, ഇതെല്ലാം ഒരേ കാര്യമാണ്. ഭഗവാനെ അറിയുക, ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും ആദ്യം മാറ്റേണ്ടത് അഹങ്കാരവും പിന്നെ അതുപോലെ നമ്മുടെ വാസനകൾ, ചിന്തകളെ എന്താ പറയുക, അതിനെ കുറച്ചായിട്ട് ഇല്ലാതെയാക്കുക, ചിന്തകൾ ഒടുങ്ങുക എന്ന് പറയും. അപ്പോൾ അതാണ് പറയുന്നത്, കർമ്മജം ബുദ്ധിയുക്ത ഹി എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾ ബുദ്ധിയോഗത്തെ ആശ്രയം. അപ്പോൾ ബുദ്ധിയും മനസ്സും കൂടെ ചേർത്ത് വെക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. അങ്ങനെ ബുദ്ധിയും മനസ്സും ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സിനെ ബുദ്ധി കൺട്രോൾ ചെയ്യും. എങ്ങനെയാണോ ഒരു ഓഫീസിൽ ഒരു ക്ലർക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓഫീസറായിരിക്കുമല്ലോ, അതിൽ ആ ഒരു മാനേജറായിട്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഓഫീസർ പിന്നെ ഒരു താഴെയുള്ള എല്ലാ ജോലിക്കാരെയും കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വന്ന് ഭയങ്കര കലുഷിതമായിട്ടുള്ള ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓഫീസറാണ് യഥാർത്ഥത്തിൽ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിയും മനസ്സിനെയും ചേർത്ത് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ചിന്തകൾ കുറച്ചും കൂടെ റിഫൈൻഡ് ആവുകയും വാസന മാലിന്യങ്ങൾ പതുക്കെ നീങ്ങി നമ്മൾ ആ ഒരു പരമപദത്തെ ഭഗവാനെ അറിയാൻ നമ്മൾ യോഗ്യരായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം, യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. പറയുന്നു, യഥാ തേ ബുദ്ധി, എപ്പോൾ തേ നിൻ്റെ ബുദ്ധി, മോഹകലിലം ഭ്രാന്തി ദോഷം എന്നാണ് പറയുന്നത്. മോഹം ഒരു ഭ്രാന്തിയാണ്, ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയാണ്. വ്യതിതരിഷ്യതി, എപ്പോഴാണ് അതിനെ അതിക്രമിക്കുന്നത്, നിൻ്റെ ഈ മോഹത്തെ എപ്പോൾ ബുദ്ധി അതിക്രമിക്കുന്നുവോ തഥാ അപ്പോൾ ശ്രോതവ്യസ എന്ന് പറഞ്ഞാൽ ശ്രോതവ്യം കേൾക്കേണ്ടത്, ശ്രുതസ്യജ കേട്ടത്. അപ്പോൾ കേൾക്കേണ്ടതിലും ശ്രോതവ്യ എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടത്, ശ്രുതസ്യ എന്ന് വെച്ചാൽ കേട്ടതിലും നിർവേദം ഗന്ധാസി, ഉദാസീന ഭാവം നിനക്ക് കൈവരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് കേട്ടാലും കേട്ടില്ലെങ്കിലും ഒക്കെ അതിലൊക്കെ നമുക്കൊരു ഉദാസീനത വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധിയും മനസ്സും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മനസ്സിനെ എപ്പോഴും ബുദ്ധി കുറേ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് കേൾക്കാനിരിക്കുന്നതും കേട്ടതും എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റാണ് കേട്ടത്, കേൾക്കാനിരിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ്. ഇത് രണ്ടുമാണ് മനുഷ്യനെ ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് നിർത്തുന്നത്. മനുഷ്യൻ എപ്പോഴും പ്രസൻറ്റിൽ നിൽക്കുന്നില്ല. പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്താണോ അതാണ് പ്രസൻറ്റ്, വർത്തമാനകാലം. ഈ വർത്തമാനകാലത്തെ വിട്ടിട്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പാസ്റ്റിലും ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അയ്യോ എനിക്ക് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, ഇങ്ങനെ പാസ്റ്റിലുള്ള കാര്യങ്ങളെ ഓർക്കുമ്പോൾ ഈ പ്രസൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഫ്യൂച്ചറിൽ ഒരുപാട്, അതായത് ഭാവി കാര്യം, ഇനി എനിക്ക് എന്താവും, എൻ്റെ മക്കളെന്താവും, ഇങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് അമിതമായിട്ട് ആലോചിച്ച് ഇത് രണ്ടും കളയണമെന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, വി ഹാവ് ടു ഡ്രോപ്പ് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയും. അതായത് അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പഠിച്ചാൽ ഈ ലോകം ഭയങ്കര സുന്ദരമാവും. പിന്നെ നമ്മുടെ ജീവിതവും ഭയങ്കര രസമുള്ളതാവും. കാരണം നമ്മൾ ശരിക്കും തെറ്റായ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടോ നമ്മുടെ ഈ ഇത്രയും വിശിഷ്ടമായ കാര്യങ്ങൾ നമ്മുടെ ഒരു വിദ്യാഭ്യാസ കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിലേ ഇതെല്ലാം ട്രെയിൻ ചെയ്യേണ്ടതാണ്. എങ്ങനെ ഹൗ ടു ലിവ് ഇൻ ദിസ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്, ഹൗ ടു ലിവ് യുവർ ലൈഫ്, അതിൻ്റെ കുറച്ച് ടിപ്സൊക്കെ ചെറിയ ഒരു ബുദ്ധി ഉറയ്ക്കുമ്പോഴേ ഒരു കുട്ടിക്ക് ഇങ്ങനെ കുറച്ചായി നൽകേണ്ടതാണ്. അതാണ് ശരിക്കും ഈ ഗീതയൊക്കെ നമുക്ക് വേണ്ട ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടാത്തതിൻ്റെ ഒരു ദോഷം. പിന്നെ അപ്പോൾ പറയുന്നു, ശുദ്ധജ്ഞാന സ്വരൂപിയായ ആത്മാവ് വ്യാമോഹത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ തന്നെ മായയുടെ ഒരു പണിയാണ്. നമ്മൾ ഒരു മായയിൽ കുടുങ്ങിയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ മായ എന്ന് പറയുന്നത് അവ്യക്തമാണ്, ഭഗവാന്റെ തന്നെയാണ് മായ. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തൻ്റെ മായയെ ആരാണോ അതിജീവിക്കുന്നത് അയാൾ ഭഗവാന് പ്രിയപ്പെട്ടവനാവുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ മായ ഒരു അവ്യക്തമാണ്, അതിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മായയിലൂടെ അതിൻ്റെ ഒരു മോഹം നമ്മിലൂടെ പ്രകടമാവും. അപ്പോൾ രണ്ട് തരത്തിലാണ് ഉള്ളിൽ മായ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു. അതായത് ആവരണം എന്നും വിക്ഷേപം എന്നും പറയുന്നു. അതായത് നമ്മുടെ ശുദ്ധമായ ഒരു ആത്മസ്വരൂപം, നമ്മളെല്ലാവരും ആത്മസ്വരൂപമാണ്. ആ ഒരു സ്വരൂപത്തെ ഈ മായ എന്ന് പറയുന്ന ആവരണം കൊണ്ട് മറച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് ആത്മാവ് എപ്പോഴും ഭ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഈ മായയുടെ തന്നെ വേറൊരു വിശേഷമാണ് വിക്ഷേപം എന്ന് പറയുന്നത്. അതായത് ഭ്രമം. നമ്മൾ പല ഭ്രമത്തിൽപ്പെട്ട് മോഹത്തിൽപ്പെട്ട് നമ്മൾ യഥാർത്ഥം എന്താണെന്നും ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നമ്മൾ അറിയുന്നില്ല. അതാണ് ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ രണ്ട് രീതിയിലാണ് മായ പ്രവർത്തിക്കുന്നതെന്ന് പറയും. അതായത് ആവരണം, വിക്ഷേപം. ഇത് രണ്ടിനെയും മാറ്റാൻ കഴിഞ്ഞാൽ മായയെ നമ്മൾ അതിജീവിച്ചു എന്ന് പറയാം. നമുക്ക് ആ ഒരു ആത്മചൈതന്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് സ്വാമികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്വാമികൾക്ക് പ്രണാമം, എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം. തീ നമ്മൾ കായുമ്പോൾ നമുക്ക് ചൂടുണ്ടാവും, പക്ഷേ ആ പുകയുടെ ശല്യം ഉണ്ടാവും തീ കായുമ്പോൾ. പക്ഷേ എന്നാലും നമ്മൾ ഒരു ചെറിയ ഇളം സൂര്യൻ്റെ വെയിൽ കൊള്ളുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പുകയുടെ ശല്യം ഉണ്ടാവില്ല. ഈ ഒരു വ്യത്യാസമാണ്. അപ്പോൾ രാവിലെ സമയത്ത് നമ്മൾ ചിലർ തീ കായുന്നവരുണ്ട്, വളരെ തണുപ്പുള്ള രാജ്യത്തൊക്കെ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇളം വെയിൽ രാവിലെ ഏൽക്കാൻ വേണ്ടിയിട്ട് രാവിലെ പ്രഭാതത്തിൽ നടക്കുക, അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നല്ലതെന്ന് പറയുന്നത്? കാരണം തീ ആകുമ്പോൾ നമ്മൾ തീ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പുകയൊക്കെ വരും. അതാണ് ആവരണങ്ങളും വിക്ഷേപങ്ങളും. അപ്പോൾ ആ തീ കൊള്ളുന്നതിനേക്കാളും നല്ലതാണ്. തീയുടെ ചൂടും സൂര്യൻ്റെ ചൂടും രണ്ടും ഏകദേശം ഒരേ അനുഭവമാണ്. പക്ഷേ അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. അതുപോലെ ആയിരിക്കണം സൂര്യൻ്റെ ചൂടിൽ നിന്ന് വരുന്ന അത് നമുക്ക് അവിടെ ആവരണവും വിക്ഷേപമൊന്നും ഇല്ല. അതുപോലെയാണ് നമ്മളുടെ ഒരു ജീവിതം നമ്മളെ കൊണ്ടുപോകേണ്ടത്. നമ്മുടെ ഈ വർത്തമാനകാലത്തെ പാഴാക്കാതെ കർമ്മയോഗത്തിലൂടെ വാസന മാലിന്യങ്ങളെ നീക്കിയിട്ട് ആ ഒരു ആവരണവും വിക്ഷേപത്തിനെയും മറികടന്ന് മായയെ അതിക്രമിക്കുകയും അയാൾ ആത്മസാക്ഷാത്കാരം നേടാൻ അയാൾ യോഗ്യനാവുകയും അയാൾ ആ പരമപദത്തെ പ്രാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങൾ ഒരിക്കൽ കൂടെ ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 51, 52, ചാപ്റ്റർ 2, സാഖ്യയോഗം. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ രണ്ട് ശ്ലോകങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.